അടുത്ത ടോപ്പിക്ക് CPR ആണ്. ഈ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് CPR ആണ്. നിങ്ങൾ CPR നന്നായിട്ട് നോക്കിയിട്ട് പോകണം. അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതൽ. CPR കൂടുതലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാം, അതിൻ്റെ ഇൻഡിക്കേഷൻസ് ചോദിക്കാം, എത്ര നമ്പർ കൊടുക്കണം എന്നുള്ള ആ റേഷ്യോ കണക്ക് അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇൻഡിക്കേഷൻസ് അറിഞ്ഞു വെച്ചിരിക്കണം. നമ്മൾ എല്ലാ കേസിലും കയറിയിട്ട് CPR ഒന്നും കൊടുക്കാൻ പാടില്ല. ചിലപ്പം നമ്മൾ CPR കൊടുത്തുകൊണ്ട് തന്നെ ചിലപ്പം പേഷ്യൻറ്റ് ഡെത്ത് സംഭവിക്കാറുണ്ട്. സോ പ്രധാനമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് നോക്കാം. അതിൽ ആദ്യത്തേത് കാർഡിയാക് അറസ്റ്റാണ്. ഒരു പേഷ്യൻറ്റ് കുഴഞ്ഞ് വീണ് കിടക്കുന്നു, അയാൾക്ക് അറ്റാക്ക് വന്നതാണ്, നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ CPR കൊടുക്കാം. പിന്നെ റെസ്പിറേറ്ററി അറസ്റ്റ്, ശ്വാസം എന്തായാലും നിലച്ചും തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ CPR കൊടുക്കാം. അടുത്ത ഡ്രൗണിങ് ആണ്. വെള്ളത്തിൽ മുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് CPR കൊടുക്കാം. പിന്നെ ത്രോട്ടിൽ എന്തെങ്കിലും ഫോറിൻ ബോഡി കയറിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വിഴുങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് CPR കൊടുക്കാം. പുക ശ്വസിച്ച് ബോധമൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് CPR കൊടുക്കാം. പിന്നെ ഡ്രഗ് ഓവർഡോസായിട്ട് കഴിച്ചവർ, പിന്നെ ശ്വാസം മുട്ടി മീൻസ് ഏതെങ്കിലും റൂമിലൊക്കെ ശ്വാസം കിട്ടാതെ കിടന്ന് സഫോക്കേറ്റ് ആവുന്നവർ, ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ബോധം പോകുന്നവർ. പക്ഷേ അതിലൊക്കെ നമ്മൾ ആക്സിഡൻറ്റ് കേസിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവിടെ റിബ്സോ ചെസ്റ്റിനൊക്കെ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ CPR കൊടുക്കുമ്പോൾ ആ റിബ്സ് ഒന്നും കൂടെ ഒടിഞ്ഞിട്ട് ലങ്സിലൊക്കെ കയറിയിട്ട് ഡെത്ത് സംഭവിക്കും. അതായത് പേഷ്യൻറ്റ് പെട്ടെന്ന് കോമ സ്റ്റേജിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് CPR കൊടുക്കാൻ കഴിയും. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് CPR ആണ്. അത് നോക്കി വെച്ച് ചിലപ്പോൾ ഒരു ഓപ്ഷൻസ് ഒക്കെ കഴിഞ്ഞ് തരാൻ ചാൻസ് ഉണ്ട്. ടു റീസ്റ്റോർ എഫക്റ്റീവ് സർക്കുലേഷൻ ആൻഡ് വെന്റിലേഷൻ, രക്തയോട്ടം വർദ്ധിപ്പിക്കുവാനും അതേപോലെ ശ്വാസം വെന്റിലേഷൻ എന്താണ് ശ്വാസകത്തേക്കും പുറത്തേക്കും വിടുന്ന ഒരു പ്രോസസ്സ്, അത് രണ്ടും നേരെയാക്കാൻ CPR ഹെൽപ്പ് ചെയ്യും. അല്ലാതെ സർക്കുലേഷൻ വരുമ്പോൾ നമുക്ക് ഡൗട്ട് വരും, സർക്കുലേഷൻ അതിനകത്ത് വരുമോ എന്ന് CPR കൊടുക്കും. അല്ല, സർക്കുലേഷനും വെന്റിലേഷനെയും ഹെൽപ്പ് ചെയ്യുന്നതാണ് CPR. അടുത്ത രണ്ടാമത്തെ പോയിന്റ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്രയും ഡീപ്പായിട്ടൊന്നും ചോദിക്കത്തില്ല. ആദ്യത്തെ പോയിന്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. CPR എന്ന് കേൾക്കുമ്പോൾ തന്നെ ABC റൂൾ എന്ന് മനസ്സിൽ വരണം. അപ്പോൾ ABCയുടെ ഫുൾ ഫോം ചോദിക്കും. A എന്ന് വെച്ചാൽ എന്താണ്? എയർവേ, B ഫോർ ബ്രീത്തിങ് ആൻഡ് C ഫോർ കംപ്രഷൻ. ഇപ്പോൾ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അത് ചെറുതായിട്ട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ആ ABC എന്നുള്ളതിൻ്റെ ഓർഡർ അവർ മാറ്റിയിട്ട് CAB എന്നാക്കി, ക്യാബ് എന്നാക്കി. അപ്പോൾ C എന്താണ്? ചെസ്റ്റ് കംപ്രഷൻ. നേരത്തെ നമ്മൾ കംപ്രഷൻ എന്ന് മാത്രമേ പറയത്തുള്ളായിരുന്നു, ഇപ്പോൾ ചെസ്റ്റ് കംപ്രഷൻ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. A എന്താണ്? എയർവേ, നെക്സ്റ്റ് ബ്രീത്തിങ്. അടുത്തത് CPRലുള്ള ഓരോ സ്റ്റെപ്സ് പഠിച്ചു വെക്കണം. ബിഫോർ സ്റ്റാർട്ടിങ് CPR ചെക്ക്, അതായത് CPR കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ പേഷ്യൻ്റ് ഓക്കെ ആണെന്നൊക്കെ നോക്കണ്ടേ. ഇസ് എ പേഴ്സൺ കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ്, അയാൾക്ക് ബോധമുണ്ടോ ബോധമില്ലയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ അയാൾക്ക് ബോധം ഇല്ലാതിരിക്കട്ടെ, അപ്പോൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് അയാളുടെ മുഖത്തൊക്കെ ഒന്ന് തട്ടി വിളിച്ച് നോക്കണം, ഒന്ന് ഉണർത്താൻ നോക്കണം. എന്നിട്ട് ഉറക്കെ ചോദിക്കണം, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് പ്രശ്നം വല്ലതും ഉണ്ടോ എന്നൊക്കെ ഉറക്കെ ചോദിക്കുമ്പോൾ ചില പേഷ്യൻസ് പെട്ടെന്ന് ഉണരുന്നതാണ്. അപ്പോൾ പേഷ്യൻ്റ് ഉണർന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ എമർജൻസി നമ്പർ, ഇപ്പോൾ നമ്മൾ സാധാരണ എമർജൻസി നമ്പർ എത്രയാണ് വിളിക്കുന്നത്? 108, 100 അങ്ങനെയൊക്കെ വിളിക്കുമല്ലോ. അപ്പോൾ അതേപോലെ എമർജൻസി നമ്പർ എടുത്തിട്ട് പെട്ടെന്ന് വിളിക്കുക. അതോടൊപ്പം തന്നെ CPR സ്റ്റാർട്ട് ചെയ്യുകയും വേണം. അതായത് പതിയെ ഫോണൊക്കെ എടുത്ത് വിളിച്ച്, അവർക്ക് ചിലപ്പോൾ കോളൊന്നും കണക്റ്റ് ആവത്തില്ല. അത് കഴിഞ്ഞിട്ടൊക്കെ പതിയെ CPR കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഡെത്തായി പോകും. അപ്പോൾ CPR കൊടുക്കുന്നതിനൊപ്പം തന്നെ വേണം ഈ എമർജൻസി കോളും ചെയ്യേണ്ടത്. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ വിളിക്കാനായിട്ട് അവരെ ഏൽപ്പിക്കുക, നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുക. വേറൊരു പരീക്ഷയിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് പേഷ്യൻറ്റിനെ ആദ്യം CPR കൊടുക്കണോ അതോ എമർജൻസി കോൾ വിളിക്കണോ എന്നൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ രീതിയിൽ വേണം നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് ചെസ്റ്റ് കംപ്രഷൻ എങ്ങനെ കൊടുക്കും എന്നതിനെ കുറിച്ചിട്ടാണ്. ചെസ്റ്റ് കംപ്രഷൻ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? സർക്കുലേഷൻ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹാർട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്ത് സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് 100 കംപ്രഷനാണ് നമ്മൾ 1 മിനിറ്റിൽ കൊടുക്കേണ്ടത്. ആ കണക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1 മിനിറ്റിൽ എത്ര കംപ്രഷനാണ്? 100 മിനിറ്റാണ് കൊടുക്കേണ്ടത്. രോഗിയുടെ നെഞ്ചിന് നടുക്കായിട്ട് ഒരു കൈപ്പത്തി വെച്ച ശേഷം അതിന് മുകളിൽ അടുത്ത കൈപ്പത്തി വെച്ചിട്ട് വേണം ചെറിയ രീതിയിൽ പ്രഷർ കൊടുത്തിട്ട് കംപ്രഷൻ കൊടുക്കാൻ. അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എയർവേ ആണ്. ഇപ്പോൾ മൂക്കൊക്കെ അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ, എന്തെങ്കിലും പായലോ വെള്ളത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ പായലോ അങ്ങനെ എന്തെങ്കിലും മണ്ണോ അങ്ങനെയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തല ചെറുതായിട്ടൊന്ന് ചരിച്ച് നമ്മളെ താടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉയർത്തിയും കൊടുത്തു കഴിഞ്ഞാൽ എയർവേ ഒക്കെ ക്ലിയർ ആയിക്കോളും. അടുത്തത് ബ്രീത്തിങ് ആണ്. ബ്രീത്തിങ്ങിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ CPR കൊടുക്കുമല്ലോ, അപ്പോൾ അതോടൊപ്പം തന്നെ ബ്രീത്തിങ് നേരെയാക്കണമല്ലോ. അതിന് 2 രീതികൾ പറയുന്നുണ്ട്. മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ്ങും മൗത്ത് ടു നോസ് ബ്രീത്തിങ്ങും പറയുന്നുണ്ട്.
ഇതിൽ ഇമ്പോർട്ടൻ്റ് എത്ര ബ്രീത്ത് കൊടുക്കും എന്നുള്ളതാണ്. നമ്മൾ എത്ര കൃത്രിമ ശ്വാസം കൊടുക്കും? 2 ശ്വാസമാണ് കൊടുക്കേണ്ടത് കേട്ടോ. അതായത് 30 CPR കൊടുക്കുമ്പോൾ 2 ബ്രീത്തിങ് ആണ് കൊടുക്കേണ്ടത്. കണക്ക് ഓർത്ത് വെക്കണം കേട്ടോ. 30:2 എന്നുള്ള കണക്ക് ഓർത്ത് വെക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെയാണ് ഈ സ്ലൈഡിൽ എഴുതിയേക്കുന്നത്. 30 ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുമ്പോൾ 2 ബ്രീത്തും കൂടെ കൊടുക്കണം. 30:2 എന്നുള്ള റേഷ്യോ ആണെന്ന്. ഇങ്ങനെ 5 സൈക്കിൾ വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ടും പേഷ്യൻറ്റ് ഒന്നും അനക്കമൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? AED കൊടുക്കണം, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ കൊടുക്കണം. AED മീൻസ് നമ്മൾ ഷോക്ക് കൊടുക്കുന്ന പോലെ പെട്ടെന്ന് ആ പേഷ്യൻറ്റിനെ ഉണർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട. AED എന്താണെന്നും അതിൻ്റെ ഫുൾ ഫോം മാത്രം ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇത്രയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനിൽ നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും CPR ആണ് പഠിക്കാനുള്ളത്. ABC റൂൾസ് പഠിക്കണം, അതിൻ്റെ റേഷ്യോ പഠിക്കണം. അതായത് 30:2 എന്നുള്ള റേഷ്യോ പഠിക്കണം. 1 മിനിറ്റിൽ എത്ര എണ്ണം കൊടുക്കാൻ പറ്റും, എത്ര സൈക്കിൾ വരെ കൊടുക്കാൻ പറ്റും, AED ഫുൾ ഫോമും കൂടി പഠിച്ചു വയ്ക്കണം.